ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഒരു യാത്ര പോവുകയാണ്. അതായത് ഞാൻ ആദ്യം പഠിച്ച സ്കൂൾ കാണാനും പിന്നെ കുറച്ച് ഫേൺ കളക്ട് ചെയ്യാനും അതായത് പന്നൽ ചെടികൾ കളക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ അതാ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഗേറ്റ് അവിടെയുള്ള കവാടാട്ടോ കാണുന്നത്. ഈ റോഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ഇതിൻ്റെ താഴെ ഒരു വയലാണ്. അപ്പോൾ ആ വയലിൽ കുറച്ച് ഫാൻ കളക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാണ്. അപ്പോൾ ഇതാ മതിൽ കാണുന്നത് ചുറ്റുമതിലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് സ്കൂളിൻ്റെ പേര് AMLP സ്കൂൾ പറമ്പത്തുകാവ് എന്നാട്ടോ. അപ്പം ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത് സ്കൂളിലാണ്. ഇപ്പോൾ സ്കൂൾ ഫുള്ള് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പണ്ട് സ്കൂളിൽ ഗേറ്റും ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വയലിലും തോട്ടിലൊക്കെ ഇറങ്ങിയൊക്കെ ചെയ്യുന്നൊരിതായിരുന്നു. ഇപ്പോഴുള്ള കുട്ടിക്ക് അതിനൊന്നും കഴിയൂല. അപ്പം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് സ്കൂളെല്ലാം കൂടി. ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ ഒരു ഫാൻ കണ്ടോ. ഇതെല്ലായിടത്തും കാണുന്നതാണ്, എല്ലായിടത്തും കാണുന്ന ഒരു ഫാനാണ്. പിന്നെ അവിടെ ഒരു മഞ്ഞ പൂവുള്ള ചെടി കണ്ടിട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഫുള്ള് ഇതുണ്ട് കേട്ടോ, ഈ മഞ്ഞപ്പൂവ്. നല്ലൊരു ഭംഗിയത് കാണാൻ. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ തോട്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റിയിരിക്കണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ മുമ്പിലൂടെയുള്ള വഴിയിലൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ കുറേ അങ്ങോട്ട് പോന്നപ്പോൾ ഇവിടെ എത്തിയതാ ഒരു അതേപോലെ തന്നെയുള്ള മഞ്ഞ പൂവുള്ള കുറേ ചെടികൾ. ഞാൻ അതിന്ന് ഒരു വള്ളി പറിച്ചിട്ടോ. നല്ല ഭംഗി കാണാൻ. ആ മഞ്ഞ പൂക്കൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ. അങ്ങനെ ഞാൻ അവിടുന്ന് ആ ഒരു തൈയും പറിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവാട്ടോ. അപ്പോൾ ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു പള്ളിയാണിത്. അങ്ങനെ ആ പരിസരത്തുള്ള ആളുകളൊക്കെ വരുന്നൊരു പള്ളിയാട്ടോ. ഈ പള്ളിൻ്റെ നേരെ മുമ്പിലും ഒരു തോട്. ഞാൻ നേരത്തെ കാണിച്ച തോടാണ്. ഈ മഴക്കാലമൊക്കെ ആയാൽ തോട് നിറഞ്ഞു ഒഴുകും കേട്ടോ. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ അവിടുന്ന് ഒരു ഫേൺ കിട്ടി. അപ്പോൾ വേറൊരു ടൈപ്പ് ഫേൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറിച്ചു തരുന്നത് എൻ്റെ അനിയത്തിയാണ്. അവളെക്കൊണ്ട് ഞാൻ പറപ്പിക്കുകയാണ്. അപ്പോൾ 3 ടൈപ്പ് ഫേൺ ഇപ്പോൾ ഇവിടുന്ന് കിട്ടിട്ടോ. അവിടുന്ന് അത് പറിച്ച് കുറച്ചുകൂടി മുമ്പിലേക്ക് പോയി നോക്കിയപ്പോൾ വേറൊരു ടൈപ്പ് നല്ല അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ. വേറൊരു ഫാൻ കിട്ടിയിരിക്കണേ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പം അത് കുറേ കൂട്ടായിട്ട് പറിച്ച് കൂട്ടായിട്ട് നമ്മൾ ചെടിയിൽ നട്ടാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ആദ്യം പറിച്ച അതേപോലെ തന്നെയുള്ള ഫാനും കൂടി ഉണ്ട്. അതും എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വരിക കേട്ടോ. ഇവിടെ കണ്ടത്
അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി നോക്കിയപ്പോൾ ഇതാ അവിടെ ഞങ്ങൾ വരുന്നതിലൊക്കെ ഇവിടെ നല്ലതുപോലെ ഇതായി. അപ്പോൾ മഴ വന്നിട്ടാന്ന് തോന്നുന്നു അവിടെയുള്ള മതിലൊക്കെ പൊളിഞ്ഞുപോയി. പിന്നെ അവിടുന്ന് എന്താ വേറൊരു അടിപൊളി ടൈപ്പ് ഫാന് കിട്ടിയേക്കണ്. അപ്പത്തെ അവളെ കയ്യിലുള്ള ഫാൻ കണ്ടില്ലേ, താത്തൻ്റെ മോനും അനിയത്തിയുമാണ്. അങ്ങനെ സ്കൂളിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പം അതത്രയും ഫാൻ കളക്ഷൻ ആട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ലാസ്റ്റ് കിട്ടിയതില്ലേ, അത് നല്ല അടിപൊളിയായി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം അതാ വർഷങ്ങൾക്ക് മുമ്പ് ഈ വയലിൽ ഫുള്ള് നെൽകൃഷിയായി കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് നെൽകൃഷിയൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ കവുങ്ങ് വാഴയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് പോന്നപ്പോൾ ഇത് അവിടെ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മൊത്തം ഈ മഞ്ഞ പൂവുള്ള ചെടികളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ അവിടുന്ന് വരുന്ന വഴി ഇതാ എൻ്റെ ഒരു പഴയ കൂട്ടുകാരുടെ വീട്ടിലും കൂടി കയറിയിട്ടോ. പിന്നെ അവിടുന്ന് കുറേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പോന്ന് പോലെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ കാണുന്നത്. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അനിയത്തിനെ കാത്തു നിൽക്കുക കളിക്കാൻ വേണ്ടിയിട്ട്. അടുത്തുള്ള കുട്ടികളെല്ലാവരും വന്ന് ഞങ്ങളെ വീട്ടിൽ നിന്നാണ് കളിക്കൽ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ എല്ലാവരും കാത്തു നിൽക്കുക കേട്ടോ കളിക്കാൻ.